അങ്ങയുടെ സംഘടനയിൽ നല്ല യൂത്ത് കോൺഗ്രസിന്റെ 3 പേരാണ് ഇന്നലെ കാസർഗോഡ് ചന്ദേര പോലീസ് സ്റ്റേഷനിൽ പിടിയിലായിരിക്കുന്നത്. അവരാരും യൂത്ത് കോൺഗ്രസ് അംഗങ്ങളൊന്നുമില്ല. കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റാണ് അറക്കപ്പടി പഞ്ചായത്തിലെ ബൂത്തിലെ. ഞാനല്ലേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്. അപ്പൊ പിന്നെ ബൂത്ത് പ്രസിഡന്റ് അങ്ങ് നിയമിച്ചാൽ എങ്ങനെ ശരിയാവുക? സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണ്. അങ്ങനെ ഒരു പദവി ഉണ്ടോ? ഇപ്പോൾ അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പൊ പ്രചരിക്കുക. എന്ത് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്നോ? സതീശന്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോകൾ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ആ വീട്ടിൽ അറക്കപ്പടിയിൽ വീട്ടിൽ പോകുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ യൂത്ത് കോൺഗ്രസുമായിട്ട് ഒരു കുലബന്ധമില്ല എന്ന് അയാൾ ഭാരവാഹി അല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞൊരു കാര്യം. അങ്ങ് പറഞ്ഞു അത് പിന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഫോട്ടോ ഉണ്ട്, അതുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിലെ കോർഡിനേറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ മന്ത്രിയായതിനു ശേഷം ഒരു 1000കണക്കിന് ചെറുപ്പക്കാരൻ കൂടെ ഫോട്ടോ എടുത്തു. അവരൊക്കെ എന്റെ കോർഡിനേറ്റർമാരാകണ്ടേ? അങ്ങനെയല്ലല്ലോ. ആ ചെറുപ്പക്കാരനെ ഇപ്പൊ അറസ്റ്റ് ചെയ്താരാ? ആരാ അറസ്റ്റ് ചെയ്തത്? പിണറായി വിജയനല്ല, ഓപ്പറേഷൻ തൂഫാനല്ലേ പിടിച്ചത്. ആ സ്കീം തയ്യാറാക്കി ഇന്ന് സംസ്ഥാനത്തിനകത്ത് ലഹരിവേട്ട നടത്തുന്നത് കോൺഗ്രസ് ഗവൺമെന്റ് അല്ലേ? അപ്പൊ പിന്നെ അതിൽ കൂടുതൽ ആശങ്കപ്പെടുന്നത് എന്തിനാ? ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ ഒരു ഭാഗത്ത് സംഘടിപ്പിക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് ഇത്തരത്തിലുള്ള ആളുകൾ തന്നെ വീണ്ടും നിങ്ങളെ സംഘടനയുള്ളവർ തന്നെ പ്രതികളാകുമ്പോൾ അതിനകത്തൊരു വൈരുദ്ധ്യമില്ല. അല്ല, അതിനകത്തൊരു വൈരുദ്ധ്യമല്ല, അതിനകത്തൊരു സത്യസന്ധത ഉണ്ടെന്നാണ് അങ്ങ് മനസ്സിലാക്കേണ്ടത്. ഒരു മാധ്യമം ആ വാർത്ത കൊടുത്തപ്പോൾ അതിപ്പം മെറ്റേന്ന് തെറ്റിദ്ധരിപ്പിച്ച് റിമൂവ് ചെയ്തിരിക്കുകയാണ് സർക്കാർ. ആ വാർത്ത യൂത്ത് കോൺഗ്രസിന്റെ നിങ്ങൾ കൊടുത്ത വാർത്ത എന്താ? യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിൽ MDMA കാസർഗോഡ് ചന്ദേര പോലീസ്. അയാൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സ്ഥാപിച്ചത്? സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങളുടെ മെമ്പർഷിപ്പാണോ? അല്ലല്ല, അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങളുടെ മെമ്പർഷിപ്പാണ്. 7 ലക്ഷം മെമ്പർഷിപ്പ് സംസ്ഥാനത്തിനകത്തുണ്ട്. ഈ 7 ലക്ഷം മെമ്പർഷിപ്പ് ഒക്കെ ഫേസ്ബുക്ക് നോക്കിയിട്ടാണ് വെരിഫൈ ചെയ്യുന്നത്. യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയല്ല. ഞാൻ രാവിലെ പറഞ്ഞാണ്. ഞാൻ അങ്ങേക്ക് വ്യക്തമാക്കി പറയാം. അങ്ങനെ ചോദ്യമല്ല, എന്റെ മറുപടി അല്ലേ? ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം. അത് യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയാണെന്ന് അറിവ് എന്റെ സംബന്ധിച്ചില്ല. നിലവിൽ ബൂത്ത് കമ്മിറ്റി യൂത്ത് കോൺഗ്രസിന് ഇല്ല. അപ്പൊ അങ്ങ് പറഞ്ഞാൽ അതേ യൂത്ത് കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റാണ്. അങ്ങനെ ഒരു ഘടകമില്ല. അങ്ങനെ ഒരു ഘടകമില്ല. യൂത്ത് കോൺഗ്രസ് ഇലക്ഷനിൽ അങ്ങനെ ബൂത്ത് കമ്മിറ്റിക്ക് തെരഞ്ഞെടുപ്പേ നടന്നിട്ടില്ല. ഞാനല്ലേ മത്സരിച്ച് വൈസ് പ്രസിഡന്റ് ആയ ആളുകൾ ഒരാളല്ലേ ഞാൻ. യൂത്ത് കോൺഗ്രസിന് അങ്ങ് ആരോപിച്ച പോലെ ഒരു ഘടകമില്ല. ഒന്ന്, അങ്ങനെ ഒരു ഘടകത്തിലേക്ക് ഇലക്ഷൻ നടന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അയാൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഭാരവാഹിയുമല്ല. ഇനി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയാം, സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മാത്രമല്ല, സംസ്ഥാനത്ത് ഇപ്പോൾ എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടർ നടക്കുന്നുണ്ട്. ഈ പറയുന്ന ക്യാമ്പയിനൊക്കെ നടത്തുന്നത് സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിന് ഒരു പിടിയിടാൻ വേണ്ടിയിട്ടാണ്. ലഹരി മരുന്ന് വ്യാപനത്തിന്റെ ഭാഗമായോ ഉപയോഗത്തിന്റെ ഭാഗമായോ ഒരു 7 അയലകത്തെങ്കിലും പോലും ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തനയോ കോൺഗ്രസ് പ്രവർത്തനയോ സാന്നിധ്യം ഉണ്ടായാൽ അവരെ സംരക്ഷിക്കില്ല എന്ന് മാത്രമല്ല, അവർ സംഘടനയ്ക്കകത്ത് ഉണ്ടാകില്ല. സാന്നിധ്യം ഉണ്ടായാൽ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തുണ്ടായിരുന്ന പോലെ അവരൊന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഏർപ്പാടുണ്ടാവില്ല. ഡിവൈഎഫ്ഐ നേതാക്കന്മാർ സ്റ്റേഷനിലേക്ക് വിളിച്ച പോലെ ഞങ്ങൾ ഒരാൾ സ്റ്റേഷനിലേക്ക് വിളിക്കില്ല. ഒരു 100 ഡിവൈഎഫ്ഐക്കാരെ മുമ്പ് പിടിച്ചു. അന്ന് ഭരിക്കുകയായിരുന്നു. അന്ന് അയാൾ ആരോപണം പറഞ്ഞില്ല, മാത്രമല്ല മിണ്ടിയിട്ടില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ മന്ത്രി നിഷേധിക്കുന്നു ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ആരോപണം. അങ്ങനെ പറയാം. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ആരോപണം ഞാൻ സത്യത്തിൽ ഞാൻ കണ്ടിരുന്നില്ല. അങ്ങ് പറഞ്ഞപ്പോഴാണ് കേട്ടെ. ഇനി അങ്ങനെ അദ്ദേഹം അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ 10 കൊല്ലമായിട്ട് ഈ ആരോപണമൊന്നും ഉന്നയിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. 10 വർഷം ഭരിച്ചപ്പോൾ സംസ്ഥാനത്തിനകത്ത് ഓപ്പറേഷൻ തൂഫാൻ ഉണ്ടായിരുന്നില്ല, തണ്ടർ ഉണ്ടായിരുന്നില്ല, ലഹരി മരുന്ന് മാഫിയുമായി ബന്ധപ്പെട്ട ഒരാൾ അറസ്റ്റ് ചെയ്ത ഒരു പദ്ധതി പോലും ഗവൺമെന്റ് ഉണ്ടായിരുന്നില്ല. ഒരു പദ്ധതി ഉണ്ടായിരുന്നില്ല. എല്ലാ പഠനങ്ങളും പറയുന്നത് 9 വർഷക്കാലം, അതായത് 10 വർഷം പിണറായി വിജയൻ ഭരിച്ച കാലത്തിനിടയിൽ അവസാനത്തെ 9 വർഷ കാലഘട്ടത്തിനിടയിലാണ് ഏറ്റവും കൂടുതൽ ലഹരി മരുന്നിന്റെ വ്യാപനം നമ്മുടെ സംസ്ഥാനത്തിനകത്തുണ്ടായത്. വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ പോലും കിട്ടുന്ന രീതിയിലേക്ക് ലഹരി വ്യാപനം നമ്മുടെ സംസ്ഥാനത്തിനകത്തുണ്ടായി. രാഷ്ട്രീയത്തിന്റെ, ജാതിയുടെ, മതത്തിന്റെ പോലും വ്യത്യാസമില്ലാതെ നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലേക്ക് ഇത് വലിയ രീതിയിൽ വ്യാപിച്ചിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. അവരതിൽ ബോധവൽക്കരണം നടത്തി പിന്മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അതല്ലാതെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്കിടയിൽ ഏതെങ്കിലും ഒരു പ്രവർത്തകനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെമ്പർഷിപ്പ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്താൽ അതോടെ ഈ സംഘടന മുഴുവൻ ഇതിന്റെ ഉത്തരവാദിത്തം പറയണമെന്ന് പറയുന്നതല്ല. അയാളും അതിന്റെ ഒരു വിക്ടിമാണോ, അതല്ല അയാൾ അതിന്റെ വിതരണക്കാരനാണെങ്കിൽ ഒരു തരത്തിൽ പോലുമുള്ള ഒരു നീതി നിഷേധം ഈ സമൂഹത്തിൽ ഉണ്ടാകാമില്ല. അയാളെ കർശനമായ നടപടിക്ക് വിധേയനാക്കണം എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി അയാൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ട്? ഡിവൈഎഫ്ഐക്ക് കിട്ടാനുണ്ട്. കാരണം ഡിവൈഎഫ്ഐയുടെ 100 കണക്കിന് പ്രവർത്തകരെ ഈ സംസ്ഥാനത്തിനകത്ത് ഈ കേസുമായി പലപ്പോഴായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ലേ? യൂണിറ്റ് ഭാരവാഹികളെ പല ആളുകളൊക്കെ തന്നെ. എന്നിട്ട് ഡിവൈഎഫ്ഐ ആണ് അതിന്റെ ഉത്തരവാദിത്തം, ഞങ്ങൾ ആരെങ്കിലും എവിടെയെന്ന് പറഞ്ഞു, സംഘടനയ്ക്കാണ് അതിന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു. അത് വീഡിയോ റിമൂവ് ചെയ്താൽ മെറ്റയ്ക്ക് തെറ്റിദ്ധാരണയോടെയാണ് റിമൂവ് ചെയ്തെങ്കിൽ നിങ്ങൾ അതിന്റെ മറ്റടിസ്ഥാനത്തിലേക്ക് പോകണം. അതല്ല മെറ്റയുടെ ശരിയായ ധാരണയാണോ തെറ്റായ ധാരണയാണോ എന്ന് പറയുന്നത് മെറ്റയല്ലേ? സംസ്ഥാന ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണ് അയാളെന്ന് പറയാൻ എന്ത് ആധികാരിക രേഖ നിങ്ങളുടെ അടുത്തുണ്ടായിരുന്നു? എന്ത് ആധികാരിക രേഖയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു? അയാൾ പറഞ്ഞതല്ലേ? അത് അയാൾ പറഞ്ഞതല്ലേ? സിഎമ്മിന്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ടീമിലുണ്ടോ? അതുകൊണ്ടെന്തായാലും എറണാകുളം ജില്ലയിൽ മറ്റു നാട്ടുകാർക്ക് ആളുകൾ വേറെ ജീവിക്കുന്നൊന്നുമില്ലേ? സർക്കാരിനെതിരെ വാർത്ത നൽകിയാൽ സർക്കാരിനെ സംബന്ധിച്ച് ആ വാർത്തയോട് വലിയ നിഷേധാത്മക സമീപനമൊന്നുമില്ല. സർക്കാർ വളരെ കൃത്യമായിട്ട് മറുപടി പറയും. സോഷ്യൽ മീഡിയയിൽ തെറ്റായ ഒരു കാര്യം പ്രചരിപ്പിച്ചാൽ സോഷ്യൽ മീഡിയക്കകത്ത് ആ വാർത്ത റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റം അറ്റാക്ക് ഉണ്ടെങ്കിൽ ആ സംവിധാനം ഉപയോഗിക്കും. അതിലെന്താ പ്രശ്നം?